നമസ്കാരം, 6 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ സാധനങ്ങളും അവസാനവട്ട ഒരുക്കത്തിലാണെന്നറിയാം. എന്തായാലും ഓണവിശേഷങ്ങളുണ്ട്. നമുക്ക് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ. വടക്കൻ കേരളത്തിൽ മഴ, 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂരിൽ മണ്ണിടിച്ചിൽ, പാൽച്ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കാര്യങ്കോട് പുഴ കരകവിഞ്ഞു. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലേർട്ട്. ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട്. സർക്കാരിന്റെ 100ാം ദിനത്തിൽ നിലപാട് വ്യക്തമാക്കി വീക്ഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും, വളഞ്ഞിട്ട് ആക്രമിച്ചാൽ തള്ളുമെന്നും ലേഖനം. ഇടത് സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ UDF സർക്കാർ തകർത്തുവെന്ന പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായിയുടേത് മുന്നണി മര്യാദാ ലംഘനമെന്ന വിമർശനവുമായി ജനയുഗത്തിൽ സത്യൻ മൊകേരിയുടെ ലേഖനം. പിണറായിയുടെ നടപടി ജനാധിപത്യപരമെന്ന് വി ശിവൻകുട്ടി. രാജ്യത്തിന്റെ മിസൈൽ സാങ്കേതിക വിദ്യയും ഇനി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അനുമതി. DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകൾ ഉൽപാദനത്തിനായി സ്വകാര്യ കമ്പനികൾക്ക് ലഭ്യമാക്കും. നീക്കം പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. അനധികൃത നുഴഞ്ഞുകയറ്റം ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നടപടി സ്വീകരിക്കാൻ പോലീസ് മേധാവികളോട് നിർദ്ദേശം. ജാതി സെൻസസിനുള്ള ചോദ്യാവലിയിൽ അവ്യക്തതയെന്ന് റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളി. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമാണെന്ന് സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് കോടതി. ഹൈക്കോടതിയെ സമീപിച്ചത് പ്രയാഗ്രാജിലെ +1 വിദ്യാർത്ഥിനി. തിരുവോണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഈ ഉത്രാട ദിനത്തിൽ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നമ്മുടെ നാടും നഗരവും എല്ലാം. ഓണക്കോടിയും പൂക്കളും സദ്യക്കുള്ള സാധനങ്ങളും എല്ലാം വാങ്ങാനുള്ള തിരക്കിലാണ് വിപണികളിൽ. എന്തായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാം. തിരുവനന്തപുരത്ത് നിന്നും ആതിര രാധാകൃഷ്ണനും, കൊച്ചിയിൽ നിന്ന് AT അശ്വതിയും, കോഴിക്കോട് നിന്ന് അനഘയും, കാസർഗോഡ് നിന്ന് അനൂപും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ആതിരയിലേക്ക് പോവാം. ആതിര, ഈ തലസ്ഥാനത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ചാല കമ്പോളത്തിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ആതിര ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അവിടുത്തെ ഒരു ഓണവിശേഷങ്ങൾ, ഒരു ഓണ വൈബ് എങ്ങനെയാണ്? ഈ വിപണികളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ ചാലയിലും അതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിലും ഒക്കെ നമ്മൾ പോയിരുന്നു. ആ സമയത്തൊക്കെ വലിയ രീതിയിൽ ഇന്ന് ഉത്രാട ദിവസമാണ്. അപ്പോൾ അവസാനഘട്ട ഒരുക്കത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു ആളുകളൊക്കെ. നിലവിൽ ഞാനുള്ളത് തിരുവനന്തപുരം കനകക്കുന്നിലാണ്. ഇവിടെയാണ് സർക്കാരിൻ്റെ ഓണം വാരാഘോഷ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത്. ഇന്നലെയായിരുന്നു ആ പരിപാടികളുടെയൊക്കെ ഉദ്ഘാടനം. ഇന്നിപ്പോൾ ഇതാ നമുക്ക് കാണുന്ന പോലെ ഇവിടെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കനകക്കുന്നിൽ ഒരുക്കിയിട്ടുള്ളത്. നിരവധി ആളുകൾ എത്തുന്നു. പല വിധത്തിലുള്ള വേദികളിലായി പലതരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു. അതൊക്കെ തന്നെ കാണുവാനും ആസ്വദിക്കാനും ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളവരും അല്ലാത്തവരും ഉൾപ്പെടെ ഇവിടെ എത്തുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ഓണത്തെ വരവേൽക്കുകയാണ്. ഇന്ന് വെക്കേഷൻ സമയമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വെക്കേഷൻ സമയത്ത് കുടുംബത്തോടൊപ്പം എത്തിയ ഇവിടെ ഈ പരിപാടികളൊക്കെ തന്നെ ആസ്വദിക്കുവാനും അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വേദികളിലൊക്കെ തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ ആരംഭിക്കും. ആ പരിപാടികൾ ഉൾപ്പെടെ കാണുവാനും ആസ്വദിക്കാനുമായി നിരവധി ആളുകളാണ് ഈ തിരുവനന്തപുരം നഗരത്തിലും അതുപോലെ തന്നെ ഈ കനകക്കുന്ന് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. കുടുംബത്തോടൊപ്പം ഇവിടെ ഈ കലാപരിപാടികളൊക്കെ തന്നെ ആസ്വദിക്കുകയാണ്. അമ്മ, എങ്ങനെയുണ്ട് സർക്കാരിന്റെ കലാപരിപാടികൾ? സർക്കാരിന്റെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? കണ്ടോ? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായി? അവസാന ഘട്ടത്തിലാണ്. ഓണക്കോടിയൊക്കെ എടുത്തോ? കൊച്ചുമക്കളും ഒക്കെ ഇഷ്ടം പോലെ. എങ്ങനെയുണ്ട് മോളെ ഓണപരിപാടി? അപ്പൊ അങ്ങനെ കുട്ടികളോടൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളൊന്നും ഇല്ല. അപ്പൊ കുട്ടികളോടൊക്കെ ഒത്ത് ഇത്തരത്തിൽ ഓണപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഓണപരിപാടി അതവരെ ആഘോഷിക്കുകയാണ്. കുടുംബത്തോടൊപ്പം എത്തി സർക്കാരിന്റെ പരിപാടികൾ ഉൾപ്പെടെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ,
ആതിര സൂചിപ്പിച്ചതുപോലെ ഈ തലസ്ഥാനത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ കനകക്കുന്ന് മ്യൂസിയം എന്നൊക്കെ പറയുന്നത് ഈ ഓണം വാരാഘോഷത്തിന്റെ ഒരു ഉദ്ഘാടനമൊക്കെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഭയങ്കര ആഘോഷമാണ് ഈ തലസ്ഥാനത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആഘോഷം എന്ന് പറയുന്നത് അവിടെയാണ്. ഇനി നമുക്ക് എന്തായാലും കൊച്ചിയിലേക്ക് പോകാം. അവിടെ AT അശ്വതി ഉണ്ട്. അശ്വതി എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ ഒരു ഓണം ഉത്രാടപ്പാച്ചിലൊക്കെ ഏതുവരെ എത്തി? നാളെ തിരുവോണമാണ്. എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്? ഐശ്വര്യ, ഉത്രാടപ്പാച്ചിലല്ലാതെ ഇവിടെ ആഘോഷ പകുതിയായി അങ്ങനെ വേണം പറയാനായിട്ട്. ഇവിടെ നമ്മൾ വയലാർ റെസിഡൻസ് അസോസിയേഷൻ വൈലോപ്പിള്ളി റെസിഡൻസ് അസോസിയേഷനിൽ ആണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടെ ഇന്ന് ഉത്രാട ദിനത്തിൽ ഓണാഘോഷ പരിപാടികൾ പകുതി എത്തി നിൽക്കുകയാണ്. വൈകുന്നേരത്തെ കലാപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇവിടെ. അതിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെയുണ്ട്. എന്തൊക്കെയാണ് പരിപാടി? ഇപ്പോൾ നമ്മുടെ ചാക്യാർ കൂത്തുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ അസോസിയേഷനിലെ ഉള്ള കുട്ടികളുടെ ഡാൻസ് ഉണ്ട്, മുതിർന്നവരുടെ ഡാൻസ് ഉണ്ട്, പിന്നെ വയൽറായുടെ ഗാനമേളമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു ഡിന്നറോടുകൂടി സമാപിക്കുന്നത്. ഇന്ന് പകൽ എന്തൊക്കെയായിരുന്നു പരിപാടി? ഓണക്കളി ഉണ്ടായിരുന്നു, തിരുവാതിര കളി ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികളുടെ മത്സരങ്ങൾ ഉണ്ടായിരുന്നു, ഓണസദ്യ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഓണപ്പാച്ചിലില്ല, ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാ തവണ ഇതുപോലെ ഉത്രാട ദിനത്തിലാണോ പരിപാടി? അതെ, എല്ലാ തവണയും ഉത്രാട ദിനത്തിലാണ് പരിപാടികൾ. പാച്ചിലുകളൊന്നും വേണ്ട, ഇവിടെ വന്ന് എല്ലാ കൊല്ലവും ഇവിടെ വന്നാൽ മതി. എല്ലാ കൊല്ലവും ഇവിടെ വന്നാൽ ഉത്രാടത്തിന് സദ്യ ഉണ്ട്. നമ്മൾ വൈകുന്നേരം ഇതുപോലെ ഡിന്നർ കഴിച്ചു പോവാം. നാളെ അപ്പോൾ കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷം? അതെ, നാളെ എല്ലാവരും അവരവരുടെ കുടുംബത്തോടൊപ്പം വരും. ഐശ്വര്യ, ഇതാണ് ഇവിടെ ഓണം പകുതിയായി എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെയുള്ള ഓണപ്പൂക്കളം ഉണ്ടായിരുന്നു, ഓണക്കളികൾ ഉണ്ടായിരുന്നു, വടംവലിയൊക്കെ ഉണ്ടായിരുന്നു, ഓണസദ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായ കലാപരിപാടികളാണ്, സ്റ്റേജ് പരിപാടികളാണുള്ളത്. അങ്ങനെ ഇവിടെ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ടുള്ള വിവിധ കലാപരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് കൊച്ചിക്കാർ ഒരു മുഴം മുൻപേയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഓണം എങ്ങനെയുണ്ട്? അടുത്ത കൊല്ലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. പരിപാടി ഞങ്ങളുടെയൊക്കെ അടിപൊളിയായിരുന്നു, വേറെ എങ്ങും പോയില്ല. എന്താ എങ്ങനെയുണ്ട്? വളരെ ഗംഭീരമായ പരിപാടികളായിരുന്നു. എല്ലാം നല്ല ആസ്വദിക്കാൻ പറ്റിയ രീതിയിലായിരുന്നു വരുന്നത്. വൈകുന്നേരം പരിപാടികളൊക്കെ? വൈകുന്നേരം ധാരാളം പരിപാടികളുണ്ട്. അതാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ കാത്തിരിക്കുകയാണ്, നേരത്തെ വന്ന് കാത്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കലാപരിപാടി നിങ്ങൾ പാട്ടും പരിപാടി ഇപ്പൊ ഇതുണ്ട്, ഗാനമേളയുണ്ട്. അങ്ങനെ എല്ലാം ഞങ്ങളുടെ കലാകാരന്മാരുടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഞങ്ങളുടെ യൂണിറ്റിൽ ഇതിലുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഈ തവണ ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഐശ്വര്യ, നമ്മൾ ഉത്രാടപ്പാച്ചിലല്ലാതെ ഇവിടെ ഓണാഘോഷം തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാ തവണയും ഈ സമാനമായ രീതിയിൽ ഉത്രാടത്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ പരിപാടികളൊക്കെ ഇവർ എങ്ങനെയുണ്ട് ഓണം? ഒക്കെ നന്നായി നടക്കുന്നു, നന്നായിരിക്കണം. പരിപാടിയൊക്കെ കാണാൻ നല്ല പരിപാടികളായിരുന്നല്ല. ഓണക്കളികളിലൊക്കെ പങ്കെടുത്തു? ഞാൻ പങ്കെടുത്തില്ല, എൻ്റെ മോളും പേരക്കുട്ടിയെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുത്തില്ലേ? ഞാൻ ഇവിടുത്തുകാരിയല്ല, ഞാൻ ചേർത്തലേന്ന് വന്നതാണ്. മോളൊന്നും നമ്മൾ കൊച്ചിക്കാർക്കൊരു പ്രശ്നമില്ല. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ഓണപരിപാടിയൊക്കെ? അടിപൊളിയായിരുന്നു. ഓണത്തിന്റെ പകലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു? തിരുവാതിര ഉണ്ടായിരുന്നു. മോന്റെ പേരെന്താ? ഓണപരിപാടിയിലൊക്കെ പങ്കെടുത്തോ? ഗെയിമിൽ പങ്കെടുത്തോ? ഓക്കെ. അങ്ങനെ ഇവിടെ ഓണപരിപാടികൾ, വൈകുന്നേരത്തേക്കുള്ള പരിപാടികൾ, കലാപരിപാടികൾ അതൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ കൊച്ചി ഈ ഉത്രാടപ്പാച്ചിലല്ല, ഓണാഘോഷത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ നഗരത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നഗരത്തിലെ ഈ കമ്പോളങ്ങളിലും മാർക്കറ്റുകളിലുമൊക്കെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകിച്ച് സദ്യവട്ടങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പാച്ചിലിൽ തന്നെയാണ്. എങ്കിലും ഓണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി ഒരു മുഴം മുൻപേ ഓണാഘോഷം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യ, ശരി. ഈ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചിയിൽ ഓണാഘോഷത്തിൽ ഒരു മുഴം മുന്നേ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ എന്ന് നമുക്ക് എന്തായാലും കോഴിക്കോട് അനഘയുണ്ട്. അനഘ, കോഴിക്കോടത്തെ ഒരു ആഘോഷം എങ്ങനെയാണ്? കൊച്ചിക്കാരാണ് ഒരുപിടി മുന്നിൽ നിൽക്കുന്നത് എന്നാണ് അശ്വതി പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ആഘോഷം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഉത്രാടപ്പാച്ചിൽ എങ്ങനെയുണ്ട്?
തീർച്ചയായും ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും അതിന് ഒരേ വൈബ് തന്നെയാണ്. ആഘോഷം എന്തുമായിക്കൊള്ളട്ടെ, കോഴിക്കോട്ടുകാർ എല്ലാം ഒന്നിച്ച് ഒരേ മനസ്സോടെയാണ് ഈ ആഘോഷങ്ങളെ സമീപിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട്ടെ മിഠായി തെരുവിലാണ്. മിഠായി തെരുവിൽ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് മധുരപലഹാരങ്ങൾ ലഭിക്കും, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ലഭിക്കും. ഈ കോഴിക്കോട് അതായത് ഈ മിഠായി തെരുവിനെ സംബന്ധിച്ച് ഒരു തമാശ പറയാറുണ്ട്. ഈ അച്ഛനെയും അമ്മയെയും ഒഴിച്ച് മറ്റെല്ലാം ഈ കോഴിക്കോട് മിഠായി തെരുവിൽ ലഭിക്കും എന്ന് നമ്മൾ തമാശ രൂപേണയൊക്കെ പറയാറുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായി ഇപ്പോൾ മിഠായി തെരുവിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, നേരത്തെ അടക്കം ശക്തമായിട്ടുള്ളൊരു മഴ ഈ കോഴിക്കോടിനെ വല്ലാതെ വലച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസം ഇതിലുമധികം വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെ ഒരു മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും ഇടവിട്ടുള്ള ഒരു മഴ ഈ ഓണവിപണിയെ ചെറിയ രീതിയിലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. ഈ മിഠായി തെരുവിൽ നമ്മൾ വസ്ത്രമെടുക്കാൻ വന്ന ആളുകളോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? അതെ, എടുത്തോ? എടുത്തല്ല, എല്ലാം കാണാനും. അപ്പോൾ ഡ്രസ്സുകൾ എടുക്കാൻ വന്ന 1-2 ആളുകളോടും കൂടി നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആരും ഇവർ എല്ലാവരും കുറച്ച് നാണക്കാരൊക്കെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ മൈക്കുമായിട്ടൊക്കെ പോകുമ്പോൾ പലർക്കും ഒരു മടിയുണ്ട്. ചേട്ടാ, ഡ്രസ്സ് എടുക്കാൻ വന്നാണ്, ഓണാണ്, അവസാനവട്ട ഒരുക്കത്തിലാണ്. അതെ, ഉത്രാട ഓട്ടത്തിൽ തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ എടുക്കാനുള്ളത്? ഇനി ചില്ലറ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെയാണ്. SM സ്ട്രീറ്റിലേക്ക് ആളുകളൊക്കെ ഒഴുകുന്നുണ്ട്. ഈ SM സ്ട്രീറ്റിൽ വസ്ത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പാളയത്തെയാണ് ഇത്തരത്തിൽ പച്ചക്കറിക്കും അതുപോലെ തന്നെ പൂക്കൾക്കുമായി പാളയം മാർക്കറ്റിലാണ് കുറച്ച് ആളുകൾ ഉള്ളത്. ഈ കോഴിക്കോട് ഈ ഓണാഘോഷ പരിപാടികളടക്കം നടക്കുന്നുണ്ട്. ബീച്ചിൽ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ തളിയിൽ നടക്കുന്നുണ്ട്, ബട്ട് റോഡിൽ നടക്കുന്നുണ്ട്, ടൗൺ ഹാളിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ ഒരു ആഘോഷമായി തന്നെയാണ് ഓണത്തെ നമ്മൾ കൊണ്ടാടുന്നത്. ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ സാധനങ്ങളുമായി അടക്കം പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് ആളുകൾ നിലവിൽ ഇപ്പോൾ SM സ്ട്രീറ്റിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണത്തെ ഒന്നിച്ച് ഒരേ മനസ്സോടെയാണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത്. മഴ ചെറിയ രീതിയിലെങ്കിലും മഴ ഈ ഒരു SM സ്ട്രീറ്റിൽ ഇത്ര തിരക്കൊന്നുമല്ല സാധാരണഗതിയിൽ അനുഭവപ്പെടുക. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൗണിലേക്കൊക്കെ വരുമ്പോൾ ഈ ദൂരപ്രദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാനടക്കം ഈ ഗതാഗത കുരുക്കുകളടക്കം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൗണിലേക്ക് വന്ന ആളുകളുടെ എണ്ണം ഇക്കുറി അല്പം കുറവുണ്ട് തന്നെയാണ് തോന്നുന്നത്. ഗതാഗത കുരുക്കിനായി വലിയ രീതിയിലുള്ള ട്രാഫിക് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നഗരപരിസരങ്ങളിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള പിഴയടക്കം ചുമത്തിയിട്ടുണ്ട്. നമ്മൾ എല്ലാ മേഖലയിലേക്ക് പോവുകയാണെങ്കിലും, കോഴിക്കോടിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് പോലീസ് ജീപ്പും അതുപോലെ തന്നെ പോലീസിനെയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ശരി, അനഘ സൂചിപ്പിച്ചതുപോലെ ഈ കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഈ തിരക്ക് നമ്മൾ കാണുന്നത് ഈ മിഠായി തെരുവിലാണ്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ അനഘയും അവിടെ തന്നെയാണുള്ളത്. നല്ല തിരക്കാണ് ഈ ഓണക്കോടി എടുക്കാനും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുമായിട്ടും. അപ്പോൾ നമുക്കിനി കാസർഗോഡേക്ക് പോകാം. അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട് നമ്മോടൊപ്പം. അനൂപ്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ ഒരു ഉത്രാടപ്പാച്ചിൽ ഏതുവരെ എത്തി? ഈ മഴയാണൊരു ഭീഷണിയായി നിൽക്കുന്നത്. അവിടുത്തെ ഒരു മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ മഴ തടസ്സമായി ഉണ്ടോ? എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? ഐശ്വര്യ, ഓണാഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു ആവേശം നമുക്കിവിടെ കാണാം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഞാനുള്ളത്. ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ മഴ ഒരു വലിയ തടസ്സമായി ഇവിടെ കാണുന്നില്ല. രാവിലെ മാത്രം അല്പസമയം, അതായത് രാവിലെ ഒരു 10 മണി വരെ മഴ ഉണ്ടായി എന്ന് വേണം നമുക്ക് പറയാം. പിന്നീട് അങ്ങോട്ട് മഴയില്ല. അതിനാൽ തന്നെ അന്തരീക്ഷം തെളിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൂവിപണിയാണ്. നിരവധി ആളുകളാണ് അവരുടെ ഒരു ഉപജീവനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് കർണാടകയിൽ നിന്ന് കാസർഗോട്ടേക്ക് പൂക്കളുമായിട്ട് ഓണവിപണി ലക്ഷ്യമാക്കി വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കച്ചവട കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ധാരാളം ആളുകൾ ഈ വൈകിട്ട് ഉത്രാടപ്പാച്ചലിൻ്റെ ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പൂവിപണി ഒന്നുകൂടി സജീവമായി. അത് വാങ്ങിക്കാനായി എത്തിയവരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാം. പല ഭാഗങ്ങളിലായിട്ടുണ്ട്. ഇവിടെ വലിയൊരു പൂക്കളം തന്നെ തീർത്തിട്ടുണ്ട്. ഇത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തീർത്ത പൂക്കളമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണുന്നത്. ഈ പൂക്കളം കാണാൻ ആസ്വദിക്കാനായി
വലിയൊരു തിരക്ക് ഇതിൻ്റെ ചുറ്റും കാണാം. അങ്ങനെ ആഘോഷം അതിൻ്റെ എല്ലാ തലത്തിലേക്കും കടക്കുന്ന ഏറെ ആനന്ദകരമായ വർണ്ണാഭമായ നിമിഷങ്ങളിലേക്ക് ഇവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ മനസ്സ് കടന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഈ പൂക്കളത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് ഇവിടെ നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പൂക്കളത്തിന് സമീപത്തായി മാവേലിയുമുണ്ട്. അവരെ ആളുകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആളുകളുടെ അഭിപ്രായം. ചേട്ടാ, ഓണാഘോഷം നല്ല അടിപൊളിയാണ്. നമ്മളെ കാസർഗോഡ് പിന്നെ ഇപ്രാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നബിദിനം, അതെ, നല്ല രീതിയിലൊരു ഓണ പരിപാടിയാണ്. ഓർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നലൊക്കെ നല്ല തിരക്കായിരുന്നു ടൗണിൽ. ഇന്ന് കുറച്ച് കുറവ്, ഇപ്പോൾ വൈകുന്നേരമാണ് കുറച്ച് തിരക്ക് കൂടുതലുണ്ട്. തീർച്ചയായിട്ടും വൈകിട്ടാകുമ്പോൾ തിരക്ക് കൂടുന്നു. അതിൻ്റെ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ ഇവിടെ ഐശ്വര്യ കാണാൻ സാധിക്കുന്നത്. ആളുകളുടെ തിരക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കടന്നു വരികയാണ്. നമുക്ക് മാവേലിയോട് ചോദിക്കാം. മാവേലി, അങ്ങനെ വലിയ തിരക്കുണ്ടോ? എന്താണ് അനൂപ്, എന്തായാലും മാവേലിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും കാസർഗോഡും ആഘോഷം തകൃതിയാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ആതിരയും, കൊച്ചിയിൽ നിന്ന് അശ്വതിയും, കോഴിക്കോട് നിന്ന് അനഘയും, കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരവുമാണ് നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ നൽകിയത്. എന്തായാലും അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ ഓണാഘോഷ ലഹരിയിലാണ്. എന്തായാലും സുരക്ഷിതമായി മഴയെ കരുതിയിരിക്കണം. മഴ മുന്നറിയിപ്പുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ച് എല്ലാവരും ഓണാഘോഷത്തിൽ എന്തായാലും പങ്കാളികളാവുക. നമുക്ക് എന്തായാലും മറ്റൊരു റിപ്പോർട്ട് നോക്കാം. പാരമ്പര്യ പെരുമയുമായി കോട്ടയം വയസ്കരയിൽ ഇത്തവണയും ഉത്രാടക്കിഴി സമർപ്പണം നടന്നു. വയസ്കര കോവിലകത്തെ സൗമ്യവതി തമ്പുരാട്ടിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉത്രാടക്കിഴി കൈമാറി. കാലോചിതമായി ഉത്രാടക്കിഴിയുടെ തുക ഉയർത്തേണ്ടതാണ് എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. രാജഭരണകാലത്ത് രാജകുടുംബങ്ങളിലെ തമ്പുരാട്ടിമാർക്ക് ഓണക്കോടി വാങ്ങുന്നതിനായി നൽകിയിരുന്നതാണ് ഉത്രാടക്കിഴി. രാജഭരണം മാറിയതിനു ശേഷം കാലങ്ങളായി സംസ്ഥാന സർക്കാർ ഈ പാരമ്പര്യം തുടർന്നു പോരുകയാണ്. കോട്ടയം ജില്ലയിൽ ഉത്രാടക്കിഴി ഏറ്റുവാങ്ങുന്ന ഏക വ്യക്തിയാണ് വയസ്കരയിലത്തെ സൗമ്യവതി തമ്പുരാട്ടി. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വയസ്കര കോവിലകത്ത് നേരിട്ടെത്തി തുക കൈമാറി. 1001 രൂപയാണ് ഉത്രാടക്കിഴി നൽകിയത്. മുൻകാലങ്ങളിൽ തുച്ഛമായ തുകയാണ് നൽകിയിരുന്നത്. കാലോചിതമായി തുക വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. രാജഭരണത്തിൻ്റെ ഒരു നല്ല ഓർമ്മകൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ രാജകുടുംബത്തിന് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന തുച്ഛമാണ് സൗജന്യം എന്നൊരിക്കലും അതൊരു വലിയ കാര്യമാണ്. നേരത്തെ ഉണ്ടായിരുന്ന തുക ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല, എല്ലാവർക്കും ക്ഷീണമാണ്. അപ്പോൾ അത് മാറ്റി നമ്മൾ ആ തുക കൂട്ടി. എൻ്റെ അഭിപ്രായം ഈ തുക ഇനിയും കൂട്ടണം. കാരണം കാലത്തിനൊത്ത് ഈ മാറ്റം വരണം. ഈ വർഷവും ഉത്രാടക്കിഴി ലഭിച്ചതിലുള്ള സന്തോഷം സൗമ്യവതി തമ്പുരാട്ടി പങ്കുവച്ചു. നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും കണ്ടതിൽ എനിക്ക് ഇത്ര പറയാനുള്ള വളരെ സന്തോഷം. ഇത്രയല്ല, ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ 25 വർഷമായി കോട്ടയത്ത് തന്നെ മേടിക്കാൻ തുടങ്ങിയിട്ട്. നാട്ടിൽ നിന്ന് എല്ലാവരുടെ ഇവിടെ വന്നിട്ട് 25 വർഷമായി ഇപ്പോൾ ഇവിടെ നിന്ന് മേടിക്കാനുള്ളൂ. സന്തോഷമുള്ളൂ. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, RDO നിജു കുര്യൻ, തഹസീൽദാർ സിറിൽ സഞ്ജു ജോർജ് എന്നിവരും സ്പീക്കർക്കൊപ്പം ഉണ്ടായിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. കാലം മാറിയതോടെ ഓണാഘോഷങ്ങളിലും മാറ്റങ്ങൾ വന്നു. നാട്ടിൻപുറങ്ങളിൽ ഓണക്കളികളും ഊഞ്ഞാലാട്ടവും ഒക്കെയായി ഓണം ആഘോഷിച്ചിരുന്ന ആ പഴയ തലമുറയിൽ നിന്ന് ഇന്നത്തെ പുതിയ തലമുറ ഒരുപാട് മാറി. പഴയ പല ഓണക്കളികളും ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയുക പോലും ഉണ്ടാകില്ല. അവർ മൊബൈൽ ഫോണുകൾ ഭരിക്കുന്ന സോഷ്യൽ മീഡിയ കാലത്താണ്. ഓണക്കാലാഘോഷങ്ങളിൽ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഓണക്കളികളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു ഊഞ്ഞാൽ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഊഞ്ഞാലിനെ അതുപോലെ തന്നെ ഓണക്കളികളെയും എല്ലാം കുട്ടികൾ മറക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളോട് തന്നെ നമുക്ക് ആ വിശേഷം തിരക്കാം. ഹായ്, എന്താ പേരെന്താ? അഭിനവ്. കുഴപ്പമില്ല. പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ എങ്ങും ഇല്ല. ഇല്ല, സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഊഞ്ഞാൽ കെട്ടാൻ സ്ഥലമൊന്നുമില്ല. ഊഞ്ഞാൽ കയറിയിട്ടുണ്ടോ? ഇല്ല. ഓണക്കളികളൊന്നും കളിക്കാൻ പോകുന്നില്ലേ? പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ എങ്ങും ഇല്ല. നിങ്ങൾ ഈ ഓണക്കാലം ഈ മൊബൈലിനകത്ത് ഒതുങ്ങി കൂടുവാണോ? വേറെ കൂട്ടുകാരുടെ അടുത്തൊന്നും പോകുന്നില്ലേ? പോകുന്നുണ്ട്, എന്നാലും കൂടുതലും മൊബൈലിനകത്ത്. മൊബൈലാണോ കൂടുതൽ ഇഷ്ടം? ഓണക്കളികളൊക്കെ വല്ല അറിയാവോ? ഓണക്കളികൾ, ഓണക്കാലത്തെ കളികൾ, അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്.
അത് ചെയ്യണം താല്പര്യമില്ലേ? ഉണ്ട്. ഉണ്ട്. ഈ സ്കൂളിൽ മാത്രമേ ഉള്ളൂ ഓണക്കളികളും അത്തപ്പൂക്കളും എല്ലാം. നാട്ടുമ്പുറത്തൊന്നും ഇല്ല ഇപ്പം, പണ്ടത്തെ പോലെ ഒന്നും അല്ല. അതൊക്കെ ഉണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ മോനെ? ഉണ്ട്, ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ട്, പക്ഷേ അത് ഉണ്ടാവുന്നില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അതിനുള്ള സാഹചര്യം വരുന്നില്ല, അത് ആരും ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. വിരൽത്തുമ്പിൽ വിരിക്കുന്ന വിസ്മയങ്ങൾക്ക് പിന്നാലെ പായുന്ന പുതിയ തലമുറ. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും അവരെ പഴമയുടെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന പഴയ തലമുറ ഇന്ന് തിരക്കുകളുടെ ലോകത്താണ്. വീടിൻ്റെ മുറ്റത്തോ തൊടിയിലോ ഊഞ്ഞാൽ കെട്ടിയാടിയിരുന്ന ഓണക്കളികൾ കളിച്ചിരുന്ന ആ പഴയ തലമുറയുടെ ഓണക്കാലത്തെ തിരക്കി ഒരുപാടലഞ്ഞു. ഒടുവിൽ ഒരു വീട്ടിൽ നിന്ന് മനസ്സിലേറെ സന്തോഷം നിറയ്ക്കുന്ന ആ ഒരു കാഴ്ച കണ്ടു. പൂവിളികളും പൂക്കളം ഒരുക്കലും ഓണക്കളികളുമൊക്കെയുള്ള ആ പഴയ ഓണക്കാലം ഇനി തിരിച്ചു വരില്ലായിരിക്കാം. പക്ഷേ ഈ പുതിയ തലമുറയെ ആ പഴയ ഓണക്കാലത്തിൻ്റെ നന്മകൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടുന്നത് പഴയ തലമുറയുടെ കൂടി ഉത്തരവാദിത്തമാണ്. ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. മാവേലി ഇല്ലാത്ത ഓണാഘോഷം ഉണ്ടാകില്ല അല്ലേ? എന്നാൽ മാവേലിയുടെ വേഷം കെട്ടാൻ എന്ന് ചെലവ് വരും. ആഢ്യാഭരണങ്ങളും കിരീടവും കുടയും എല്ലാം കുറഞ്ഞ വിലയ്ക്ക് കൊച്ചി ബ്രോഡ്വേയിൽ ലഭ്യമാണ്. ഇതൊക്കെ വാങ്ങാൻ നിരവധി മാവേലിമാരും ഇവിടെ എത്തുന്നുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ, വിവിധ തരത്തിലുള്ള കിരീടങ്ങൾ, മെതിയടികൾ, ഓലക്കുടകൾ തുടങ്ങി മാവേലിക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ബ്രോഡ്വേ മേത്തർ ബസാറിൽ ലഭ്യമാകും. നാട്ടിലെ ഓണാഘോഷങ്ങൾക്കും ചില കടകൾക്ക് മുൻപിൽ നിൽക്കാനും സ്കൂൾ കോളേജ് സ്ഥലങ്ങളിലെ പരിപാടികൾക്കും മാവേലി വസ്ത്രങ്ങൾ അന്വേഷിച്ച് ആളുകൾ എത്തുന്നു. എല്ലാം ഏറ്റവും ഉണ്ട്. മാവേലി കോസ്റ്റ്യൂംസ് ഉണ്ട്, വാമനൻ, പുലിക്കളികൾ, മാവേലി 1000 തൊട്ടിട്ട് 800, 1200 സ്റ്റാർട്ടിങ് ഉണ്ട്. കുട തൊട്ടിട്ട് ഷൂ വരെ, അതായത് ഫുൾ മാവേലി ഒരുക്കാം. 120 മുതൽ 2400 രൂപ വരെയാണ് കിരീടത്തിന്റെ വില. ഓലക്കുടയ്ക്ക് 550 രൂപ മുതൽ ആരംഭിക്കുന്നു. ഓണാഘോഷങ്ങളിലെ പുലികളിക്ക് ആവശ്യമായ സാധനങ്ങളും ഇവിടെ കിട്ടും. പുലിയുടെ മാസ്കിന് 20 മുതൽ 2500 രൂപ വരെയാകും. വേട്ടക്കാരന്റെ തോക്കിന് 350 മുതൽ 450 വരെ വില വരും. ഇതിനു പുറമെ കുമ്മാട്ടി, തെയ്യം, ഓണപ്പൊട്ടൻ, കഥകളി തുടങ്ങിയവയുടെ വേഷവിധാനങ്ങളും ബ്രോഡ്വേയിൽ ലഭ്യമാണ്. അമൃത ന്യൂസ്, കൊച്ചി. അപ്പോൾ നമ്മൾ ഒരുപാട് ഓണവിശേഷങ്ങൾ കണ്ടു. ഇനി നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ഡൽഹിയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഫിറോസ്പ റോഡ്, നിസാമുദ്ദീൻ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഡൽഹി വിമാനത്താവളത്തിൽ 15 വിമാനങ്ങൾ റദ്ദാക്കി. 90-ലധികം വിമാനങ്ങൾ വൈകി സർവീസ് നടത്തുന്നതായും അധികൃതർ അറിയിച്ചു. ഇന്നലെ 26 വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ഗുരുഗ്രാം, ഫരീദാബാദ് മേഖലകളിലും ശക്തമായ മഴ അനുഭവപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി പ്രശ്നങ്ങൾ ഇല്ല എന്ന് മന്ത്രി കെ മുരളീധരൻ. എല്ലാം സംസാരിച്ച് തീർക്കാവുന്നതേയുള്ളൂ. മേൽനോട്ട സമിതി നിർണയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാനേജ്മെന്റുകൾ ഫീസിന്റെ കാര്യത്തിൽ ധാരണ പാലിക്കാറില്ല. അതുകൊണ്ട് അവർക്ക് സഹായം ചെയ്യേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്നുവെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. ഞങ്ങൾ എന്നും സംസാരിക്കാം. ഈ വിഷയം സംസാരിച്ചു, എല്ലാ വിഷയവും സംസാരിക്കാം. എന്താ അപ്പോൾ ഇതിലൊരു തീരുമാനം ആവാറായിട്ടുണ്ടോ? എന്താണ് ഇതിൽ ശരിക്കും മുരളീധരൻ്റെ നിലപാട്? എന്താണ് ശരിക്കും ഇതിൽ നിലപാട്? അത്ര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ മുരളീധരൻ എല്ലാ കാര്യം ചോദിക്കുന്നത്. ഈ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ആശങ്ക എന്താ വെച്ചാൽ ഒരു ആശങ്കയില്ല. ഫീസ് നിർണ്ണയത്തിൽ എന്തെങ്കിലും അഡ്മിഷനൊക്കെ ബാധിക്കത്തില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. ഇല്ല, അതിന് അതൊക്കെ സെറ്റിൽ ചെയ്യും.
സൈബർ ഭീകരാക്രമണ കേസിൽ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. റെയ്ഡിൽ നിർണായക രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുത്തു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തടക്കം നടന്ന സൈബർ ആക്രമണങ്ങളിലെ കേസിലാണ് റെയ്ഡ്. ആ സമയത്ത് 54 കേന്ദ്ര സർക്കാർ വെബ്സൈറ്റുകളെ ആക്രമിക്കാനായിരുന്നു പദ്ധതി. കേസിൽ മുൻപ് 2 പേർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെ ഹാക്കിങ്ങിന് സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇനി സംസ്ഥാനത്തെ മഴയുടെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ്. കണ്ണൂരിൽ കനത്ത മഴയിൽ മലയോരത്ത് വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ. പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആലക്കോട് ചോല മലയിൽ ഉരുൾപൊട്ടലുണ്ടായി. കർണാടക വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചെറുപുഴയും കാര്യങ്കോട് പുഴയും കരകവിഞ്ഞു. എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. 3 വർഷം മുൻപ് വൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് ഇന്ന് രാവിലെ സംരക്ഷണ ഭിത്തി തകർന്ന് 15 അടി താഴ്ചയിലേക്ക് മണ്ണിടിച്ചിലുണ്ടായത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി സണ്ണി ജോസഫും MLA TO മോഹനനും കുറ്റപ്പെടുത്തി. ദേശീയപാത അതോറിറ്റി അധികൃതരോട് കണ്ണൂർ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ മാറ്റാൻ സർക്കാർ തീരുമാനം. പിണറായി സർക്കാരിന്റെ കാലത്ത് കേസിൽ ഹാജരായിരുന്ന അഭിഭാഷകൻ PV ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, സിദ്ധാർത്ഥ് ലൂത്ര എന്നിവരിൽ ഒരാളെ ഹാജരാക്കാനാണ് തീരുമാനം. അതേസമയം TP വധക്കേസിൽ കൊടിസുനി ഉൾപ്പെടെ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി 3 ആഴ്ചത്തേക്ക് മാറ്റി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ സുപ്രീം കോടതിയിൽ പിണറായി സർക്കാർ നിയോഗിച്ച അഭിഭാഷകനെ മാറ്റാൻ തീരുമാനിച്ചു. ഇടത് സഹയാത്രികനായ സീനിയർ അഭിഭാഷകൻ PV ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. നേരത്തെ TP കേസിൽ പ്രതികളുടെ അഭിഭാഷകരും സർക്കാർ അഭിഭാഷകരും തമ്മിൽ ഒത്തുകളിക്കുന്നുവെന്ന ആരോപണം KK രമ ഉന്നയിച്ചിരുന്നു. അഭിഭാഷകനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് രമ UDF സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടത് സഹയാത്രികനായ അഭിഭാഷകനെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം TP വധക്കേസിൽ കൊടിസുനി ഉൾപ്പെടെ 7 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി 3 ആഴ്ചത്തേക്ക് മാറ്റി. 13 വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതികളുടെ ആവശ്യം. ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിപക്ഷ ഉപനേതാവ് പദവി വിവാദത്തിൽ പിണറായി വിജയനെതിരെ CPI മുഖപത്രത്തിൽ ലേഖനം. അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരിയുടേതാണ് ലേഖനം. പിണറായി വിജയൻ നടത്തിയത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് ലേഖനത്തിൽ പറയുന്നു. മുന്നണി രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട ധാർമ്മികത ഉയർത്തിപ്പിടിച്ചില്ല. എല്ലാം താനാണ് എന്ന ഭാവം മുന്നണിക്ക് നല്ലതല്ല. പിണറായിയുടെ പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് നേതാവിന് യോജിച്ചതല്ല എന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. കൂട്ടായ നേതൃത്വമാണ് LDFന്റെ അന്തസത്തയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ പിണറായിക്ക് പിന്തുണയുമായി വി ശിവൻകുട്ടി രംഗത്തെത്തി. മുന്നണിയെ ശക്തിപ്പെടുത്താൻ താൽപര്യപ്പെടാൻ ശ്രമിക്കാത്ത പാർട്ടിയാണ് CPI എന്നും CPI രാഷ്ട്രീയ മര്യാദ ലംഘിച്ചുവെന്നും ശിവൻകുട്ടി തിരിച്ചടിച്ചു. പിണറായി വിജയൻ സ്വീകരിച്ച നടപടി ജനാധിപത്യപരമാണ് എന്നും ശിവൻകുട്ടി പറഞ്ഞു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാർ ഇന്ന് 100 ദിനം പിന്നിടുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം സമഗ്ര വികസനം ലക്ഷ്യമിട്ട VD സതീശൻ സർക്കാരിനെതിരെ 100 ദിനം കൊണ്ട് വിവിധ വിഷയങ്ങളിൽ നേട്ടവും വിവാദവും ഒരുപോലെ ഉയർന്നു. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ ഭക്ഷ്യസുരക്ഷയ്ക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ക്ഷേമത്തിനും മുൻതൂക്കം നൽകിയുള്ള VD സതീശൻ സർക്കാരിൻ്റെ ഭരണത്തിന് ഇന്ന് 100ാം ദിനമാണ്. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനും ക്ഷേമ പെൻഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും തിരുവോണത്തിൻ്റെ തലേന്നാൾ 100ാം ദിനം ആഘോഷിക്കുന്ന UDF സർക്കാരിന് കഴിഞ്ഞു. 5 ഗ്യാരണ്ടികളുമായി അധികാരത്തിലേക്ക് എത്തിയ UDF സർക്കാരിന് സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്രയും വയോജന വകുപ്പും യാഥാർത്ഥ്യമാക്കാനായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയാണ് പ്രധാന പരിപാടികളിലൊന്ന്. കായിക മേഖലയുടെ സമഗ്ര മാറ്റത്തിന് ഓപ്പറേഷൻ കളരിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകുന്ന സ്മാർട്ട് പദ്ധതിയും സർക്കാരിൻ്റെ നേട്ടമാണ്. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പദ്ധതി 50 ദിവസം പിന്നിടുമ്പോൾ നാമമാത്രമായ പദ്ധതികൾ മാത്രമാണ് നടപ്പാക്കാനായത്. 50 വകുപ്പുകളിലായി 602 പദ്ധതികളാണ് 100 ദിനം കൊണ്ട് നടപ്പാക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ,
വീര്യം കുറഞ്ഞ മദ്യം, പ്രിയദർശിനി യാത്ര എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിൽ വിവാദങ്ങളും 100 ദിനം കൊണ്ട് സർക്കാരിന് കേൾക്കേണ്ടി വന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എതിർത്ത പദ്ധതികളാണ് UDF സർക്കാർ നടപ്പാക്കുന്നതെന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. അതേസമയം 100 ദിനത്തെ വിലയിരുത്തലുകൾക്ക് ശേഷം കൂടുതൽ കരുതലോടെ മുന്നോട്ടു പോകാനാണ് UDF ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.